320 അജ്രക്കുണ്ടോ അജ്രക്കുണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ട് ഞാൻ കുഴഞ്ഞിരുന്ന ആകെ എന്താണെന്ന് വെച്ചാൽ ഫ്രോക്ക് നൈറ്റി അതൊക്കെ അടിക്കുമ്പോൾ 290 കൊണ്ട് തികയൂല. 56 സൈസുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ 320 തുണികൾ തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ പ്രിൻറ്റിലൊക്കെ ഉള്ള കിട്ടിയ തുണി വന്നതും ചടപടയെന്നാണ് പോയിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ 320 ഇന്നലെ കിട്ടിയതാണ്. ഇതുപോലെ ഇങ്ങനെ ഈ ചെക്സ് മോഡൽ, അതുപോലെ ഇവിടെയൊക്കെ പറയാം അങ്ങനെ കേട്ടോ, പരക്കപ്പുള്ളിയുള്ള മോഡൽ ഉണ്ടോയെന്നാണ്. അപ്പോൾ പരക്കപ്പുള്ളിയുള്ള മോഡലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആകെ 100 പീസുകളേ ഉള്ളൂ, കാരണം കുറച്ചേ എടുത്തിട്ടുള്ളൂ. കൂടുതലും കാവ്യ 3 പീസിനായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 പീസാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. 3 പീസ് ഇനി വേണ്ടവർക്കും ഓർഡർ ചെയ്യാം. 3 ബാഗാണ് ആകെ ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ അജ്രക്കിൻ്റെ പീസുകളാണ്, ഒരുപോലെ പ്രിൻ്റ് വരുന്ന ടൈപ്പുകളാണ്. ഒരേപോലെ വേണം എന്നുള്ളവർക്ക്, കള്ളികളൊക്കെ വേണം എന്നുള്ളവർക്ക് വേഗം മെസ്സേജ് അയക്കുക. ഇതിലൊന്ന് റെഡ് പീസ് ഞാൻ എടുത്തിട്ടില്ല. റെഡ് ആർക്കും വലിയൊരു മൂഡില്ലാത്തതുകൊണ്ട് റെഡ് എടുത്തിട്ടില്ല. അതുപോലെ 140 130 അടിച്ച് പഠിക്കാനൊക്കെ പറ്റിയ തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം നോക്കിയപ്പോൾ അത് കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ അതെനിക്ക് ആവശ്യത്തിന് ഞാനത് സ്റ്റോക്ക് വെക്കാറില്ല. അവിടെ അത് വല്ലാതെ പോകില്ല, ആർക്കും വേണ്ട. പിന്നെ ബിസിനസ് ആവശ്യത്തിനൊന്നും ആരും അത് എടുക്കും വേണ്ട. ഉള്ള കച്ചവടം മുട്ടിക്കണ സംഭവമാണത്. നമ്മളായാലും ആദ്യമായിട്ട് ഒരാൾ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഓള് തുടങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് സാധനം വാങ്ങും. പക്ഷേ ഒറ്റ ഒലുമ്പലിന് അതാണ്ട് പഴയ തുണി പോലെ ആവും. അപ്പോൾ കാണുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഓളടുത്ത് നിന്ന് എടുക്കണ്ടെന്ന് ആരും വിചാരിക്കുള്ളൂ. അപ്പോൾ കച്ചവടം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും അത് തുടങ്ങണ്ട. ഇതൊക്കെ അടിപൊളി തുണികളാണ് കേട്ടോ. 320 ഇങ്ങനത്തെ ഒന്നും മോഡൽ ഇതുവരെ വന്നിട്ടില്ല. നല്ല അജ്രക്കിൻ്റെ തുണികളാണ്. അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ വന്നാൽ നമ്മൾ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി സെലക്ട് ചെയ്തിട്ട് എടുക്കുക. 290 അജ്രക്കുകളും ഉണ്ട്, പക്ഷേ അതും ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ അതൊക്കെ വന്നു പോയ മോഡലുകൾ തന്നെ ഉള്ളൂ. അപ്പം അതിന് അങ്ങനത്തെ മോഡൽ ഉണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പീസ്, എന്ന് വെച്ചാൽ 290 ഞാൻ 50 പീസ് എടുത്തിട്ടുള്ളൂ. ഇത് 100 പീസും. ബാക്കിയെല്ലാം കാവ്യയാണ് എടുത്തത്. കാവ്യക്ക് കുറേ ബോക്സിന് ഓർഡർ ഉണ്ട്. ഇനി ചിലർ ചെമ്മാട് നേരിട്ട് വന്നിട്ട് അവിടുന്ന് പൈസ തരാം, നാളെ മറ്റന്നാളായിട്ട് വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ 2 ദിവസം ഒക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. 2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടാകും പോലും ഇങ്ങനെ വന്നെടുക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവും. ചില ആൾക്കാർ കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ഫോട്ടോ അയച്ചേരി അത് ഇത് അറിയും, എന്നിട്ട് പിന്നെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് പൈസ ഫോണിൽ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങൾ ചിലർക്ക് പാക്ക് ചെയ്ത ഫോട്ടോസ് അയച്ചു കൊടുത്താലേ ചിലർ പൈസ തരുള്ളൂ. അങ്ങനെ കാക്കി വെച്ചതിന് ശേഷം പിന്നെ 3-4 ദിവസത്തിന് ഓല ഉണ്ടായിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞതിന് ശേഷം പറയും എൻ്റെ ഹസ്ബൻഡ് അയച്ചിട്ടില്ല, എൻ്റെ ഗൂഗിൾ പേയിൽ പൈസ ശരിയായിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകും. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരാളെ ആരും വ്യക്തിപരമായിട്ട് പറയില്ല. പക്ഷെ എന്നാലും എല്ലാവരും സമയത്തിന് ഒരുപാട് വിലയുള്ളതാണ്. ഇന്നിപ്പോൾ നമുക്കില്ലാത്തതും ഏറ്റവും ഡിമാൻഡുള്ള ഒരു സംഭവം എന്താണ്, നമ്മളെ സമയമാണ്. നമ്മളെ മക്കളെ കൂടെ ഇരിക്കേണ്ട, നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പും പണിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ മെറ്റീരിയൽ കാണാൻ ആർക്കും ചോദിക്കാം അല്ലേ. എന്നിട്ട് പിന്നെ അത് ഇരുന്ന് സെലക്ട് ചെയ്ത് ആക്കിയതാ ഇത്രയാണ്, ഇതിന് എത്ര ആവുമെന്ന് ചോദിച്ച്, എന്നിട്ട് അതിന് ഇത്ര പൈസ എന്ന് പറഞ്ഞ് ഒക്കെ റെഡിയാക്കി കണക്കൂട്ടിയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. ആരോടായാലും അത് അങ്ങനൊന്നും ചെയ്യാതിരിക്കുക. ചിലർക്ക് അതൊക്കെ ഒരു തമാശയാണ്. നമുക്ക് ഓലൊന്ന് പോയി കളിപ്പിക്കാന്നുള്ള ഒരാളുണ്ട് എന്നും ഫോട്ടോ ചോദിക്കും, എന്നിട്ട് ഇതുവരെ ആയിട്ട് ഒന്നുപോലും എടുക്കാത്ത ആളുകളുണ്ട്. അപ്പം എന്താ ഓൽക്ക് വെറുതെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഇട്ട് തരുമോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും കൂടിയുള്ള ടെസ്റ്റ് ഡോസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും കംപ്ലൈൻറ്റ് എന്തുകൊണ്ടാണ് വീഡിയോയിൽ റേറ്റ് പറയാത്തതെന്നാണ്. കാരണം നമ്മൾക്ക് ഈ ഓൺലൈനായിട്ടുള്ള ഈ ഒരു സെയിലിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് റേറ്റ് പറയാം. ഒരെണ്ണം വാങ്ങുന്നവർക്കും 2 എണ്ണം വാങ്ങുന്നവരൊക്കെ ഉണ്ട് നമ്മളെ നാട്ടിൽ. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഒരിക്കലും നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കാറില്ല, റീറ്റെയിൽ മാത്രമായിട്ടേ കൊടുക്കാറുള്ളൂ. റീറ്റെയിലായിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതാണ്. നമ്മളെ കൂടിയും വിശ്വസിച്ച് നിൽക്കണമല്ലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഓൽക്കൊക്കെ ഒരു തലവേദനയാണ്. ഇത്ര റേറ്റിന് കിട്ടിയിട്ട് ഇത്ര റേറ്റിന് അപ്പോൾ ഞങ്ങൾക്ക് അടിച്ചു തരേണ്ടി. ഞാൻ 290 അജ്രക്ക് 400 അടിച്ചു കൊടുക്കാറുള്ളത്. 320 അജ്രക്ക് 430 450 അങ്ങനെ മോഡലിനനുസരിച്ച് മാറ്റിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഷാൾ നൈറ്റി അടിച്ചിട്ട് 500 കൊടുക്കാറുള്ളത്. സാധാ വർദ്ധമാൻ യൂണിവേഴ്സിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ 300 എംബ്രോയ്ഡറി അങ്ങനെ മോഡലൊക്കെ ആക്കുമ്പോൾ 340 ആ രീതിയിൽ എനിക്ക് സെയിലായിട്ട് പോകുന്നതാണ്.
അപ്പോൾ ഞാനിവിടെ ഹോൾസെയിൽ റേറ്റ് മറ്റേത് മറിച്ചൊക്കെ പറയുമ്പം ഞാൻ അതിന്മേൽ കമൻ്റ് ഇടാൻ കുറേ പേരുണ്ടാവും. നല്ല രീതിയിൽ പോകുന്നതാണ് നമ്മളെ ബിസിനസ്. നമുക്ക് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ വലിയ ലാഭം എടുക്കാറില്ല. പിന്നെ റീറ്റെയിലായിട്ട് വാങ്ങണോലെടുന്ന് ലാഭം എടുക്കാറുള്ളൂ. ഹോൾസെയിലായിട്ട് നമുക്ക് കിട്ടുന്ന റേറ്റിനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. 100 പീസ് ഇല്ലാതെ നമുക്ക് മെറ്റീരിയൽ കിട്ടൂല. അല്ലാതെ കിട്ടാൻ സ്ഥലങ്ങളില്ലായിട്ടല്ല, പക്ഷെ നമുക്ക് പോകാനും വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഞാൻ റാഹത്താണ്, സന്തോഷവതിയാണ്. അതില്ലാതാവും ഈ റേറ്റ് കാര്യങ്ങളൊക്കെ പറയലും ഇതൊക്കെ ആകുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ ഇട്ട് തരാം. എല്ലാവരും കൂടി ഒരുമിച്ച് വിളിച്ചിട്ട് ഞാൻ പറയേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയക്കാനാണ്. വിളിച്ചാൽ ബുദ്ധിമുട്ടായിട്ടില്ല, പക്ഷെ എപ്പോഴും നമുക്ക് ഫോണിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ, സ്റ്റിച്ച് ചെയ്യാനും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ വിളിക്കണോലും ഉച്ചൻ്റെ ശേഷം വിളിക്കുക പരമാവധി. രാവിലെ നമ്മളെ പണി കാര്യങ്ങൾ, നമ്മളെ മക്കളൊക്കെ സ്കൂൾ പോകണോലൊക്കെ ഉള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉച്ചൻ്റെ ശേഷം അത്യാവശ്യക്കാർ വിളിക്കുക, അല്ലാത്തവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇതിൻ്റെ കോൾ നമ്പറല്ല, അപ്പോൾ എപ്പോഴും ഞാൻ കോൾ കണ്ടെന്ന് വരില്ല. GPay നമ്പറും വാട്സപ്പ് നമ്പറുമാണിത്. കോൾ ചെയ്താൽ കിട്ടാനില്ല, പക്ഷേ എപ്പോഴും കോൾ ചെയ്താൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കോൾ എടുക്കാത്തതിന് നിങ്ങൾ പരാതി പറയേണ്ട, പകരം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വോയിസ് ആക്കിയിട്ട് ഇട്ടോളി. ഞാൻ എൻ്റെ ഫ്രീ ടൈം പോലെ റിപ്ലൈ ഇടും. അപ്പോൾ ഈ ഇത് വേണ്ടവരൊക്കെ വേഗം മെസ്സേജ് അയക്കുക, പെട്ടെന്ന് തീരും. ഇങ്ങനെയുള്ള മെറ്റീരിയൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ടോട്ടൽ 100 പീസേ ഉള്ളൂ, പെട്ടെന്ന് തീരും. 320 എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക. കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ടേക്കുക. വീഡിയോ പെട്ടെന്ന് നിർത്താണ്, ഒരുപാട് സംസാരിക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ സൗണ്ട് പോയിട്ട് ജലദോഷം ഇതും ഇടക്കിടക്ക് വരുന്നുണ്ട്, കാലാവസ്ഥൻ്റെതാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. തുടങ്ങിയവരൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് ബിസിനസ് എന്നൊക്കെ വിവരമൊക്കെ പറയാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.